ഹലോ എവരിവൺ, വെൽക്കം ടു എക്സാം വൈ ലേണിംഗ്. NSC JS വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് വേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ NSC JS എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നാണ്. പലപ്പോഴും നമ്മുടെ PYQs ചെയ്യുന്ന വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. അതേപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കണ്ടന്റ് ഡിസ്കസ് ചെയ്യുന്ന വീഡിയോക്കൊക്കെ താഴെ പല ആളുകളും ആവശ്യപ്പെട്ടുള്ള ഒരു കാര്യമാണ് എന്താണ് ഇതിൽ പഠിക്കേണ്ടത്, ഏതൊക്കെ ഏരിയാസ് ആണ് പഠിക്കേണ്ടത്, അതൊന്ന് മൊത്തത്തിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ സിലബസ് ഒന്ന് മനസ്സിലാവുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഫോക്കസ് ചെയ്ത് നമുക്ക് പഠിക്കാമായിരുന്നു എന്ന് പല ആളുകളും പറയാറുണ്ട് അല്ലേ. അപ്പൊ എനിവേ നമ്മൾ ആ ഒരു ഭാഗമാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ നമ്മൾ പ്രത്യേകം ക്ലാസ് എടുക്കാനല്ല ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ക്ലാസ്സസ് ഒക്കെ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ആരെങ്കിലും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് അവൈലബിൾ ആണ്. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ ക്ലാസ്സുകളും അതുപോലെ തന്നെ ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്യുന്നത് നമ്മുടെ ചാനലിലായിരിക്കും. അതിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ എനിവേ നമുക്ക് എന്ത് ചെയ്യാം നോക്കാം, എന്താണ് NSC JS എലിജിബിലിറ്റി ക്രൈറ്റീരിയ, അതുപോലെ തന്നെ സിലബസ് എന്താണ് എന്നുള്ളത് നമുക്ക് പരിശോധിച്ച് നോക്കാം അല്ലെ. NSC JS ആർക്കാണ് എഴുതാൻ പറ്റുക? ഇനി സ്റ്റുഡന്റ് ഓഫ് ക്ലാസ് 10, 9 or 8 അല്ലെ, 10, 9, 8 ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളാണ്. ഏത് സമയത്ത് ജനിച്ചവർ അല്ലെ, ബോൺ ബിറ്റ്വീൻ 2010 ജനുവരി 1 അതേപോലെ തന്നെ 2011 ഡിസംബർ 31 ഇടയിൽ അല്ലെങ്കിൽ ആ ഒരു 2 ദിവസം അടക്കമുള്ള ആ ഒരു പീരീഡിൽ ജനിച്ച കുട്ടികൾക്കാണ് ഈ NSC JS ഇപ്രാവശ്യം എഴുതാൻ സാധിക്കുക എന്നുള്ളത് ഒന്നുകൂടി കൃത്യമായിട്ട് മനസ്സിലാക്കുക. 2010 ജനുവരി 1 ആ ജനുവരി 1 അല്ലെങ്കിൽ അതിനുശേഷമോ, അതേപോലെ തന്നെ 2011 ഡിസംബർ 31 അതിനു മുമ്പോ അല്ലെ, ആ ഒരു പീരീഡിന്റെ ഉള്ളിൽ ജനിച്ചവരായിരിക്കണം. 8, 9, 10 ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് NSC JS എഴുതാൻ പറ്റുക. അപ്പൊ അത് വളരെ കൃത്യമായിട്ട് നോക്കുക. ആ ഡേറ്റുകളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഉറപ്പ് വരുത്തുക. അതേപോലെ തന്നെ സിലബസ് എന്ന് പറയുന്നത് എന്താണ്? ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ബയോളജി അപ് ടു ക്ലാസ് 10 CBSE അല്ലെ. CBSE സിലബസിന്റെ അല്ലെങ്കിൽ NCERT സിലബസ് ഒക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിന്റെ 10ാം ക്ലാസ്സിലും അതുപോലെ തന്നെ അതിനു മുമ്പും ഉള്ള പോർഷൻസിനൊക്കെ നമുക്ക് ചോദ്യങ്ങൾ വരാം. അപ്പോൾ ഈ ടോപ്പിക്സിൽ നിന്നാണ് ചോദ്യങ്ങൾ വരിക എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾ ഒരു പക്ഷേ PYQs ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിന്റെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ചാനലിൽ തന്നെയുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ സിലബസ് എന്ന് പറയുന്നത് CBSE അല്ലെങ്കിൽ NCERT ആ പോർഷൻസ് ആണെന്ന് നമുക്കറിയാം. പക്ഷെ അതിൽ നമ്മളുടെ സ്കൂൾ ലെവലിലുള്ള ഒരു ചോദ്യം അല്ല ചോദിക്കുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ. നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, PYQs ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരിക്കലും സ്കൂൾ ലെവലിലുള്ള രൂപത്തിലല്ല, മറിച്ച് നമ്മൾ ആ ടോപ്പിക്സ് നമ്മൾ മനസ്സിലാക്കുക. അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ചും കൂടി ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരുന്നത്. അപ്പൊ ആ ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ആ രൂപത്തിൽ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. പരമാവധി MCQs ഒക്കെ ചെയ്ത് പരമാവധി എന്ത് ചെയ്യണം, നമ്മൾ പ്രോബ്ലം ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു വേണം ഇതിനു വേണ്ടി പോകാൻ. ഓക്കെ, എക്സാം എഴുതാൻ പോകുന്നതിന് മുമ്പ് തന്നെ കൃത്യമായ ഒരു ധാരണ നമുക്ക് വേണം. PYQs പരമാവധി ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാറുള്ളൂ, എക്സാം എഴുതാൻ പോവുള്ളൂ. ഇനി നമ്മൾ ഓരോ ടോപ്പിക്സ് ആയിട്ട് ഈ ഒരു ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെ, അതിന്റെ 20-20-20 എന്ന രൂപത്തിലായിരിക്കും ആ ക്വസ്റ്റ്യൻ പാറ്റേൺ ഉണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ രൂപത്തിൽ ഫിസിക്സിലും കെമിസ്ട്രിയിലും ബയോളജിയിലൊക്കെ ഏതൊക്കെ പോർഷൻസ് ആണ് അല്ലെങ്കിൽ ഏതൊക്കെ പോർഷൻസ് ആണ് നമ്മൾ കുറച്ചും കൂടി ഫോക്കസ് ചെയ്യേണ്ടത്, ഏതൊക്കെ ടോപ്പിക്സ് ആണ് എന്നുള്ളതാണ് നമ്മൾ ഇനി അടുത്തതായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും അത് എഴുതി വെക്കുക. ഓക്കെ, ആ ഓരോ ടോപ്പിക്സും നിങ്ങൾ എഴുതി വെക്കുക, അത് ടിക്ക് ചെയ്ത് പോകുക. അത് ജസ്റ്റ് വായിക്കല്ല വേണ്ടത്, ടെക്സ്റ്റ് ബുക്ക് വായിക്കാനല്ല പറയുന്നത്. ബയോളജിക്ക് ഓക്കെ, ബയോളജി നമ്മൾ ഏകദേശം ആ ടെക്സ്റ്റ് ബുക്ക് വായിക്കുകയും അല്ലെങ്കിൽ കുറച്ചുകൂടി പിന്നെ അതിന്റെ ഹയർ ലെവൽ പറ്റുമെങ്കിൽ NCERT +1 +2 ഒക്കെ നമ്മളൊന്ന് റെഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, കുറച്ചും കൂടി ഹയർ ലെവൽ റെഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഗുണം കിട്ടും. അതേപോലെ തന്നെ ഫിസിക്സും അതുപോലെ തന്നെ കെമിസ്ട്രി ഒക്കെ അതിന്റെ ന്യൂമറിക്കൽസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പരമാവധി ക്വസ്റ്റ്യൻ ഓറിയന്റഡ് അല്ലെങ്കിൽ ആ രൂപത്തിൽ മൾട്ടിപ്പിൾ ചോയ്സ് ഓറിയന്റഡ് ആയിട്ട് തന്നെ പഠിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഏതായാലും ഈ ഒരു സിലബസ് ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത് എന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് അത് ഓരോന്നും ടിക്കിട്ട് തന്നെ പഠിച്ച് പോവുക. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നോക്കാം ഏതൊക്കെ പാർട്സ് നിന്നാണ് ചോദ്യം, ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത്. മാറ്റർ, നേച്ചർ ആൻഡ് ബിഹേവിയർ അല്ലെ, മാറ്ററിന്റെ നേച്ചറും ബിഹേവിയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡെഫിനിഷൻ ഓഫ് മാറ്റർ അല്ലെ, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് അതെന്താണ്, അതുപോലെ തന്നെ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, ഷേപ്പ്, വോളിയം, ഡെൻസിറ്റി, ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് അല്ലെ, മെൽറ്റിംഗ്, പിന്നെ അതേപോലെ തന്നെ ഫ്രീസിങ്, ഇവാപ്പറേഷൻ, കണ്ടൻസേഷൻ, സബ്ലിമേഷൻ ഒക്കെ നമ്മൾ പഠിക്കുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഹയർ ക്വസ്റ്റ്യൻസ് അടക്കം നമ്മൾ പിന്നെ പ്രതീക്ഷിക്കണം. അതുപോലെ തന്നെ നേച്ചർ ഓഫ് മാറ്റർ, എലമെന്റ്സ്, കോമ്പൗണ്ട്സ്, മിക്സ്ചേഴ്സ്, അതുപോലെ തന്നെ ഹെട്രോജീനിയസ് ആൻഡ് ഹോമോജീനിയസ് മിക്സ്ചേഴ്സ്, കൊളോയിഡ്സ്, അതുപോലെ തന്നെ സസ്പെൻഷൻസ്, സൊല്യൂഷൻ, കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ, സെപ്പറേഷൻ ഓഫ് കോമ്പണന്റ്സ് ഓഫ് എ മിക്സ്ചർ, ഇതൊക്കെ എങ്ങനെയാണ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് അടക്കം നമ്മൾ പ്രതീക്ഷിക്കണം. അതേപോലെ തന്നെയാണ് പാർട്ടിക്കൽ നേച്ചർ, ബേസിക് യൂണിറ്റ് അല്ലെ, ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ്, ലോ ഓഫ് കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻസ്, ആറ്റോമിക് ആൻഡ് മോളിക്യുലർ മാസസ്, മോൾ കൺസെപ്റ്റ്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റിലേഷൻഷിപ്പ് ഓഫ് മോൾ ടു മാസ് ഓഫ് ദ പാർട്ടിക്കിൾസ് ആൻഡ് നമ്പേഴ്സ് അല്ലെ, അതിന്റെ ന്യൂമറിക്കൽസ് അടക്കം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പഠിക്കേണ്ടത് വരും. അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള പ്രോബ്ലംസ് അടക്കം നമ്മൾ പ്രതീക്ഷിക്കാം. സ്ട്രക്ചർ ഓഫ് ആറ്റംസ്, ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, അതുപോലെ തന്നെ ന്യൂട്രോൺസ്, വാലൻസി, അതുപോലെ തന്നെ കെമിക്കൽ ഫോർമുല ഓഫ് കോമൺ കോമ്പൗണ്ട്സ്, ഐസോടോപ്സ്, ഐസോബാസ്, ഇതൊക്കെ
ഈ ഒരു ഭാഗത്തിന് മാറ്ററുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ്. ഇനി കെമിക്കൽ സബ്സ്റ്റൻസ് നേച്ചർ ആൻഡ് ബിഹേവിയറിൽ നമുക്ക് പ്രധാനമായിട്ടും കെമിക്കൽ റിയാക്ഷൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏരിയാസ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കെമിക്കൽ ഇക്വേഷൻ, ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ, എങ്ങനെയാണ് ഇക്വേഷൻ ബാലൻസ് ചെയ്യാൻ നമുക്ക് അറിയണം. ആ ബാലൻസ്ഡ് ആണോ അല്ലേ, അല്ലെങ്കിൽ അത് ചെക്ക് ചെയ്യാൻ നമുക്ക് മനസ്സിലാക്കണം. അതേപോലെ ഇംപ്ലിക്കേഷൻസ് ഓഫ് എ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ, അതേപോലെ തന്നെ ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ്, ഏതൊക്കെ തരത്തിലുള്ള കെമിക്കൽ റിയാക്ഷൻസ്, കോമ്പിനേഷൻ ഉണ്ട്, അതുപോലെ ഡീകമ്പോസിഷൻ, ഡിസ്പ്ലേസ്മെന്റ്, ഡബിൾ ഡിസ്പ്ലേസ്മെന്റ്, precipitation, ന്യൂട്രലൈസേഷൻ, ഓക്സിഡേഷൻ, റിഡക്ഷൻ, ഇതൊക്കെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. എപ്പോഴാണ് ഓക്സിഡേഷൻ ആവുക, എപ്പോഴാണ് റിഡക്ഷൻ റിയാക്ഷൻ ആവുക, ഇതൊക്കെ നമുക്ക് അറിയണം. ആ രൂപത്തിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് തന്നെ പോകേണ്ടതുണ്ട്. ഓക്കെ, അതേപോലെ തന്നെയാണ് ആസിഡ്, ബേസസ് ആൻഡ് സോൾട്ട്സ് അല്ലെ. ഇതിലൊക്കെ നമ്മൾ കുറച്ച് ബേസിക് ലെവലിലാണ് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്നത്. അതിന്റെ അഡ്വാൻസ്ഡിലേക്ക് നമ്മൾ പോകണം, എങ്കിൽ മാത്രമേ നമുക്ക് NSE-JS എഴുതാൻ പറ്റുള്ളൂ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം കേട്ടോ. ദർ ഡെഫിനിഷൻസ് ഇൻ ടേംസ് ഓഫ് ഫേർണിഷിംഗ് ദ H+ ions ആൻഡ് OH ions, അതുപോലെ തന്നെ ജനറൽ പ്രോപ്പർട്ടീസ്, എക്സാമ്പിൾസ് ആൻഡ് യൂസസ്, അതുപോലെ തന്നെ കൺസെപ്റ്റ് ഓഫ് pH സ്കെയിൽ, ഇമ്പോർട്ടൻസ് ഓഫ് pH ഇൻ എവറിഡേ ലൈഫ്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. പ്രിപ്പറേഷൻ ആൻഡ് യൂസ് ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ്, ബ്ലീച്ചിങ് പൗഡർ, അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ, വാഷിംഗ് സോഡ, പ്ലാസ്റ്റർ ഓഫ് പാരീസ് അല്ലെ, POP, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെയാണ് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്, മെറ്റൽസ്, നോൺ മെറ്റൽസ്, പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽസ്, അതേപോലെ തന്നെ പ്രോപ്പർട്ടീസ് ഓഫ് നോൺ മെറ്റൽസ്, റിയാക്ടിവിറ്റി സീരീസ്, അതുപോലെ തന്നെ ഫോർമേഷൻ ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് അയോണിക് കോമ്പൗണ്ട്സ്, ബേസിക് മെറ്റലർജിക്കൽ പ്രോസസ്സസ്, അതുപോലെ തന്നെ കൊറോഷൻ, അതിന്റെ പ്രിവെൻഷൻ ഒക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. അതേപോലെ തന്നെയാണ് കാർബൺ കോമ്പൗണ്ട്സ്. ഓക്കെ, കാർബൺ കോമ്പൗണ്ട്സ്, കോവാലന്റ് ബോണ്ടിങ് ഇൻ കാർബൺ കോമ്പൗണ്ട്സ്, വേഴ്സറ്റൈൽ നേച്ചർ ഓഫ് കാർബൺ, ഹോമോജീനിയസ് സീരീസ്, നോമൻക്ലേച്ചർ ഓഫ് കാർബൺ കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് അല്ലെ, ഹാലജൻസ്, ആൽക്കഹോൾ, കീറ്റോൺസ്, ആൽഡിഹൈഡ്സ്, അതേപോലെ തന്നെ ആൽക്കെയിൻസ്, ആൽക്കൈൻസ്, ഇതൊക്കെ നമ്മൾ അറിയണം അല്ലെ. ഇതിൽ ഇവൺ ചിലപ്പോൾ നമുക്ക് ഓർഗാനിക് കെമിസ്ട്രിയുടെ പിന്നെ +1 +2 ലെവലിലേക്ക് അടക്കം ഒരുപക്ഷെ ചോദ്യങ്ങൾ പോയേക്കാം. അല്ലെങ്കിൽ ആ രൂപത്തിൽ ഈ ഭാഗത്ത് നിന്നുള്ള കുറച്ചും കൂടി അഡ്വാൻസ്ഡ് രൂപത്തിൽ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഡിഫറൻസസ് ബിറ്റ്വീൻ സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് ആൻഡ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ്, അതേപോലെ തന്നെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് കാർബൺ കോമ്പൗണ്ട്സ്, കമ്പഷൻ, ഓക്സിഡേഷൻ, അഡീഷൻ ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ്, അതേപോലെ തന്നെ എത്തനോൾ ആൻഡ് എത്തനോയിക് ആസിഡ്, അതിന്റെ പ്രോപ്പർട്ടീസും യൂസസും ഒക്കെ നമ്മൾ മനസ്സിലാക്കണം. സോപ്സ്, അതുപോലെ തന്നെ ഡിറ്റർജൻസ്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെയാണ് പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ്, നീഡ് ഓഫ് ക്ലാസിഫിക്കേഷൻ, ഏർലി അറ്റംപ്റ്റ്സ്, ഓരോ അറ്റംപ്റ്റ്സിനെ കുറിച്ച് നമുക്ക് അറിയണം അല്ലേ. പിന്നെ ഡോബറിൻസ് ട്രയാഡ്സ്, അതുപോലെ ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സ്, മെൻഡലിന്റെ പീരിയോഡിക് ടേബിൾ, ഇതൊക്കെ നമ്മൾ അറിയണം. മോഡേൺ പീരിയോഡിക് ടേബിൾ അറിയണം. അതേപോലെ ഗ്രഡേഷൻ ഓഫ് ഇൻ പ്രോപ്പർട്ടീസ്, വാലൻസി, അറ്റോമിക് നമ്പർ, മെറ്റാലിക് ആൻഡ് നോൺ മെറ്റാലിക് പ്രോപ്പർട്ടീസ്, ഇതൊക്കെ നമ്മൾ അറിയണം. ഇനി നമ്മൾ ബയോളജി ഭാഗത്ത് ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഓർഗനൈസേഷൻ ഇൻ ദ ലിവിംഗ് വേൾഡ് അല്ലെ. അതിൽ ഏറ്റവും പ്രധാനമായിട്ടും സെൽസുമായി ബന്ധപ്പെട്ടിട്ടുള്ള തന്നെയാണ് സെൽ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ്, അതുപോലെ തന്നെ പ്രോകാരിയോട്ടിക് ആൻഡ് യൂകാരിയോട്ടിക് സെൽസ്, അതിന്റെ വ്യത്യാസങ്ങൾ, അതേപോലെ തന്നെ മൾട്ടി സെല്ലാർ ഓർഗാനിസംസ്, അത് മൾട്ടി ആൻഡ് യൂണിസെല്ലാർ ഓർഗാനിസംസ്, അതേപോലെ തന്നെ സെൽ മെംബ്രെയിൻ ആൻഡ് സെൽ വാൾ, ഏതൊക്കെ സെൽ വാളാണ്, സെൽ വാൾ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. സെൽ ഓർഗനൽസ് ആൻഡ് സെൽ ഇൻക്ലൂഷൻസ് അല്ലെ, ക്ലോറോപ്ലാസ്റ്റ്, അതുപോലെ തന്നെ മൈറ്റോകോൺട്രിയ, വാക്യൂൾ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾജി അപ്പാരറ്റസ്, ഇതൊക്കെ വെറും നമ്മൾ ചെറിയ ക്ലാസ് പഠിക്കുന്നവർ അതിന്റെ ഫംഗ്ഷൻ മാത്രം പഠിച്ചാൽ പോരാ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മൈറ്റോകോൺട്രിയ ആണെന്നുണ്ടെങ്കിൽ അതിന് ഡബിൾ മെംബ്രെയിൻഡ് ആണ്, ഇന്നർ മെംബ്രെയിൻ എന്താണ് പറയുക, പിന്നെ അതേപോലെ തന്നെ ഇന്നർ മെംബ്രെയിൻ്റെ പ്രത്യേകത എന്താണ്, ഓരോ മെംബ്രെയിനും അതിന്റെ പെർമിയബിലിറ്റി എന്താണ്, സെമി പെർമിയബിൾ, അതുപോലെ തന്നെ ഇംപെർമിയബിൾ, ആ രൂപത്തിലൊക്കെയുള്ള കാര്യങ്ങളടക്കം നമ്മൾ പഠിക്കണം. അത് ഓരോന്നും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് അറിഞ്ഞിരിക്കണം. ന്യൂക്ലിയസ്, അതുപോലെ തന്നെ ക്രോമസോംസ്, ബേസിക് സ്ട്രക്ചറും നമ്പറും ഒക്കെ നമ്മൾ മനസ്സിലാക്കണം. ക്രോമസോംസ് എന്താണ്, ജീൻസ് എന്താണ്, ഒക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇനി ടിഷ്യൂസ്, ഓർഗൻ സിസ്റ്റം ആൻഡ് ഓർഗാനിസം അല്ലെ, ആ ഒരു പിന്നെ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ നമ്മൾ മനസ്സിലാക്കണം. സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ ഓഫ് ആനിമൽ ആൻഡ് പ്ലാന്റ് ടിഷ്യൂസ്, ഏതൊക്കെ ആനിമൽ ടിഷ്യൂസ് ഏതൊക്കെയാണ്, പ്ലാന്റ് ടിഷ്യൂസ് ഏതൊക്കെയാണ്, അതേപോലെ തന്നെ അതിൽ തന്നെയുള്ള ഡിഫറെന്റ് വെറൈറ്റീസ് അല്ലെ. ആനിമൽ ടിഷ്യൂസ് 4 ടൈപ്പ് നമുക്കറിയാം. പ്ലാന്റ് ടിഷ്യൂസ് ആണെന്നുണ്ടെങ്കിൽ മെരിസ്റ്റമാറ്റിക് ആൻഡ് പെർമനന്റ് ആണെങ്കിൽ തന്നെ സിമ്പിൾ ആൻഡ് കോംപ്ലക്സ്, ഈ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെയാണ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി അല്ലെ, ഡൈവേഴ്സിറ്റി ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്, ബേസിക് ഇഷ്യൂസ് ഇൻ സയന്റിഫിക് നെയിമിംഗ്, അതുപോലെ തന്നെ ബേസ് ഓഫ് ക്ലാസിഫിക്കേഷൻ, ഹൈറാർക്കി ഓഫ് കാറ്റഗറീസ് അല്ലെങ്കിൽ ഗ്രൂപ്പ്സ്, ഹൈറാർക്കി ഓഫ് ക്ലാസിഫിക്കേഷൻ നമ്മൾ മനസ്സിലാക്കണം. 3 ഡിവിഷൻ സിസ്റ്റം മുതൽ അല്ലെങ്കിൽ 6 കിങ്ഡം ക്ലാസിഫിക്കേഷനും 5 കിങ്ഡം ക്ലാസിഫിക്കേഷനും അതൊക്കെ നമ്മൾ അറിയണം. മേജർ ഗ്രൂപ്പ്സ് ഓഫ് പ്ലാന്റ്സ് അല്ലെ, ബാക്ടീരിയ, പിന്നെ അതേപോലെ തന്നെ മറ്റു ഓർഗാനിസംസ്, താലോഫൈറ്റ, ബ്രയോഫൈറ്റ, ടെറിഡോഫൈറ്റ, അതേപോലെ ജിംനോസ്പേംസ്, ആൻജിയോസ്പേംസ്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ ആനിമൽസിലും ഒക്കെ ഉള്ള ആ കാറ്റഗറൈസേഷൻ നമ്മൾ മനസ്സിലാക്കണം. ഇനി ഹെൽത്ത് ആൻഡ് ഡിസീസസ് അല്ലെ, ഹെൽത്ത്, അതിന് ഡിസീസസ്, ഇൻഫെക്ഷസ് ആൻഡ് നോൺ ഇൻഫെക്ഷസ് ഡിസീസസ്, ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് ഡിസീസസ്. അത് വെറും നമ്മൾ ഈ പറയുന്ന ബാക്ടീരിയൽ, വൈറൽ ആൻഡ് ഫംഗൽ ഡിസീസസ് മാത്രം പോരാ,
അതല്ലാത്ത ഇപ്പോൾ ജെനറ്റിക് ഡിസീസസ്, പിന്നെ അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ പ്രധാനമാണ് ഈ എക്സാമ്പിൾസ് എന്നുള്ളത്. ബാക്ടീരിയൽ ഡിസീസസിന് എക്സാമ്പിൾസ്, വൈറൽ ഡിസീസിന് എക്സാമ്പിൾസ്, ഇതൊക്കെ നമുക്ക് അറിയെങ്കിൽ മാത്രമേ ഓഡ് വൺ ഔട്ട് ചോദിച്ചിട്ടും പല രൂപത്തിൽ ചോദ്യങ്ങൾ വരാം. അപ്പോൾ അത് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതേപോലെ തന്നെയാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ട്രീറ്റ്മെന്റ് ആൻഡ് പ്രിവെൻഷൻ. ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് ട്രീറ്റ്മെന്റ്സ് എന്തൊക്കെയാണ്, പ്രിവെൻഷൻ മെത്തേഡ്സ് എന്തൊക്കെയാണ്, പിന്നെ പൾസ് പോളിയോ പ്രോഗ്രാംസ് ഇൻ ജനറൽ, നമ്മൾ ഈ പറയുന്ന വാക്സിനേഷൻ പോലെയുള്ള സ്പെസിഫിക് പ്രിവെൻഷൻ മെത്തേഡ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പിന്നുള്ളത് ലൈഫ് പ്രോസസ്സുകളാണ്. ലൈഫ് പ്രോസസ്സ് നമുക്കറിയാം, പ്രധാനപ്പെട്ട ലൈഫ് പ്രോസസ്സുകളെല്ലാം അല്ലെ, നമ്മുടെ ഡൈജഷൻ, അതുപോലെ തന്നെ റെസ്പിറേഷൻ, അതുപോലെ തന്നെ സർക്കുലേഷൻ, എക്സ്ക്രീഷൻ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിന്റെ എല്ലാ സിസ്റ്റം മുഴുവനായിട്ട് നമുക്കറിയണം. അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഏത് ഭാഗത്തും ചോദിച്ചാലും അറിയണം. കാരണം അത് വളരെ ബേസിക്സ് ആണ് അല്ലെ, ബേസിക്സ് ആണ്. അപ്പൊ ആ ഭാഗത്ത് ചോദ്യം വന്നാൽ ഒരിക്കലും മിസ്സാക്കരുത്. കാരണം ഇതൊക്കെയാണ് നമുക്ക് ശരിയാക്കാൻ എളുപ്പമുള്ള ഭാഗങ്ങൾ. അത് നമ്മൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും പഠിക്കണം. അതേപോലെ തന്നെ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ഇൻ ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് അല്ലെ, കൺട്രോൾ ആൻഡ് നെർവസ് സിസ്റ്റം, അതുപോലെ തന്നെ എൻഡോക്രൈൻ സിസ്റ്റം, പിന്നെ പ്ലാന്റ്സിലാണെങ്കിലും ട്രോപ്പിക് മൂവ്മെന്റ്സ്, അതുപോലെ തന്നെ പ്ലാന്റ് ഹോർമോൺസ്, അതേപോലെ അങ്ങനെയുള്ള ഇൻവോളണ്ടറി ആൻഡ് വോളണ്ടറി മൂവ്മെന്റ്സ്, റിഫ്ലക്സസ്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. കെമിക്കൽ കോർഡിനേഷനിൽ ഹോർമോൺസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇനി റീപ്രൊഡക്ഷൻ ആണെങ്കിൽ റീപ്രൊഡക്ഷൻ ഇൻ ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ്, സെക്ഷൽ റീപ്രൊഡക്ഷൻ, അസെക്ഷൽ റീപ്രൊഡക്ഷൻ. സെക്ഷൽ റീപ്രൊഡക്ഷന്റെ ഓരോ ഭാഗങ്ങളും, ഇപ്പം ഹ്യൂമൻസിലാണെന്നുണ്ടെങ്കിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ, മെയിൽ റീപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും അല്ലെ, ഹോർമോൺസ്, അതുപോലെ തന്നെ ചേഞ്ചസ്, ഫീമെയിൽ ആണെങ്കിലും ഹോർമോൺസും ചേഞ്ചസും, അതുപോലെ തന്നെ ഓവുലേഷനും മെൻസ്ട്രുവേഷനും അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ ഇൻക്ലൂഡഡ് ആണ് അല്ലെ. അതേപോലെ തന്നെയാണ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, പിന്നെ ഫാമിലി പ്ലാനിങ്, അതുപോലെ തന്നെ കോൺട്രാസെപ്ഷൻ മെത്തേഡ്സ്, സേഫ് സെക്സ്, അതുപോലെ തന്നെ പിന്നെ STDs, പ്രധാനമായിട്ടും സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കണം. അതുപോലെ തന്നെ ഹെറിഡിറ്റി ആൻഡ് എവല്യൂഷൻ അല്ലെ, നമ്മുടെ ജെനറ്റിക്സുമായി ബന്ധപ്പെട്ടുള്ള ബേസിക്സ് നിർബന്ധമായിട്ട് പഠിക്കേണ്ടതാണ്. ജെനറ്റിക്സിൽ കുറച്ചധികം അപ്പുറത്തേക്ക് പോയിട്ട് തന്നെ നമ്മൾ പഠിക്കേണ്ടി വരും. നമ്മൾ ഈ പറയുന്ന വെറും മെന്റലിന്റെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ക്രോസ് മാത്രം പഠിച്ചിട്ട് പോയിട്ട് കാര്യം ഉണ്ടാവില്ല. കുറച്ചും കൂടി ഹയർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. അതേപോലെ തന്നെ ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ്, അതേപോലെ തന്നെ സെക്ഷൽ ഡിറ്റർമിനേഷൻ, അതേപോലെ തന്നെ ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് എവല്യൂഷൻ അല്ലെ, നാച്ചുറൽ സെലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിയണം. ഇനി മോഷൻ, ഫോഴ്സ് ആൻഡ് വർക്ക് അല്ലെ, ഫിസിക്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മോഷനും ഫോഴ്സും വർക്കും ഒക്കെ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അതിൽ മോഷനുമായി ബന്ധപ്പെട്ട് ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്, സ്പീഡ് ആൻഡ് വെലോസിറ്റി, ഇതൊക്കെ നമ്മൾ പഠിക്കണം. യൂണിഫോം ആൻഡ് നോൺ യൂണിഫോം മോഷൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ അല്ലെ, സ്ട്രെയിറ്റ് ലൈൻ മോഷൻ നമ്മൾ പഠിക്കണം. ആക്സിലറേഷൻ, ഡിസ്റ്റൻസ് ടൈം ആൻഡ് വെലോസിറ്റി ടൈം ഗ്രാഫ്, ഡിസ്റ്റൻസ് ടൈമും അതുപോലെ തന്നെ വെലോസിറ്റി ടൈം ഗ്രാഫുകളും അത് കണ്ടാൽ മനസ്സിലാവണം. അത് വെച്ചിട്ട് പ്രോബ്ലംസ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. അതേപോലെ തന്നെ ഡെറിവേഷൻ ഓഫ് ഇക്വേഷൻ ഓഫ് മോഷൻ ബൈ ഗ്രാഫിക്കൽ മെത്തേഡ്, അതുപോലെ തന്നെ എലിമെന്ററി ഐഡിയ ഓഫ് യൂണിഫോം സർക്കുലാർ മോഷൻ അല്ലെ, വെറും സ്ട്രെയിറ്റ് ലൈൻ മോഷൻ മാത്രം പോരാ, സർക്കുലാർ മോഷൻ കൂടി നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കിയിരിക്കണം. അതേപോലെ തന്നെയാണ് ഫോഴ്സ് ആൻഡ് ന്യൂട്ടൺസ് ലോസ് അല്ലെ, ഫോഴ്സ് ആൻഡ് മോഷൻ, അതിന്റെ ഇക്വേഷൻസ് അല്ലെ, ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻസ് ഏതൊക്കെയാണ്, അതേപോലെ തന്നെ ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ഫോഴ്സസ്, അതുപോലെ ഇനേഷ്യ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മൊമെന്റം, അതുപോലെ തന്നെ എലിമെന്ററി ഐഡിയ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അതേപോലെ തന്നെ ഗ്രാവിറ്റേഷൻ, യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്താണ്, ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷൻ ഓഫ് എർത്ത്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, മാസ് ആൻഡ് വെയിറ്റ് അല്ലെ, വ്യത്യാസം എന്താണ്, ഫ്രീ ഫോൾ, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെയാണ് എഫക്ട്സ് ഓഫ് കറന്റ് അല്ലെ, ഇലക്ട്രിക് കറന്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആൻഡ് ഇലക്ട്രിക് കറന്റ്, ഓംസ് ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓംസ് ലോ അറിയണം, റെസിസ്റ്റിവിറ്റി, അതുപോലെ തന്നെ ഫാക്ടേഴ്സ് ഓൺ വിച്ച് റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഡിപ്പെൻഡ്സ്, അതുപോലെ തന്നെ സീരീസ് കോമ്പിനേഷൻ, പിന്നെ അല്ലെ റെസിസ്റ്റൻസിന്റെ സീരീസ് കോമ്പിനേഷൻ, പാരലൽ കോമ്പിനേഷൻ, ഇതൊക്കെ നമ്മൾക്ക് അറിയണം. അതേപോലെ ഹീറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ്, അതുപോലെ തന്നെ ഇലക്ട്രിക് പവർ, ഇന്റർ റിലേഷൻ ബിറ്റ്വീൻ PVI ആൻഡ് R. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് കറന്റ് അല്ലെ, ഇലക്ട്രിക് കറന്റിന് എന്തുണ്ട്, മാഗ്നറ്റിക് എഫക്റ്റ് കൂടി ഉണ്ട് അല്ലെ, അത് നമ്മൾ മനസ്സിലാക്കണം. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്, ഫീൽഡ് ഡ്യൂ ടു കറന്റ് ക്യാരിങ് കണ്ടക്ടർ, ഫീൽഡ് ഡ്യൂ ടു കറന്റ് ക്യാരിങ് കോയിൽ അല്ലെങ്കിൽ സോളിനോയിഡ്, അതുപോലെ തന്നെ ഫോഴ്സ് ഓൺ കറന്റ് ക്യാരിങ് കണ്ടക്ടർ, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ അല്ലെ, ഫ്ലെമിങ്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, എങ്ങനെ ആ ഡയറക്ഷൻ മനസ്സിലാക്കാൻ വേണ്ടി. അതുപോലെ തന്നെ ഇലക്ട്രിക് മോട്ടോ, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഇൻഡ്യൂസ്ഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഇൻഡ്യൂസ്ഡ് കറന്റ്, ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ, അതുപോലെ തന്നെ ഇലക്ട്രിക് ജനറേറ്റർ, ഫ്രീക്വൻസി ഓഫ് AC, അതുപോലെ തന്നെ അഡ്വാൻറ്റേജ് ഓഫ് AC ഓവർ DC, അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഇലക്ട്രിക് സർക്യൂട്ട്സ്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെയാണ് ലൈറ്റ്, റിഫ്രാക്ഷൻ, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. കർവ്ഡ് സർഫസ്, അതുപോലെ തന്നെ പിന്നെ ഇമേജ് ഫോംഡ് ഓൺ എ സ്ഫെറിക്കൽ മിററിൽ എങ്ങനെയാണ് ഇമേജ് ഫോം ചെയ്യുക, സെന്റർ ഓഫ് കർവേച്ചർ എന്താണ്, പ്രിൻസിപ്പൽ ആക്സിസ്, പ്രിൻസിപ്പൽ ഫോക്കസ്, ഫോക്കൽ ലെങ്ത്, അതുപോലെ തന്നെ മിറർ ഫോർമുലാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെയാണ് റിഫ്രാക്ഷൻ അല്ലെ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ലോസ് ഓഫ് റിഫ്രാക്ഷൻ എന്തൊക്കെയാണ്, റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ബൈ എ സ്ഫെറിക്കൽ ലെൻസ്, ഇമേജ് ഫോം ബൈ സ്ഫെറിക്കൽ ലെൻസസ്, ലെൻസ് ഫോർമുല അല്ലെ, ലെൻസ് ഫോർമുലാസ് നമുക്ക് അറിഞ്ഞിരിക്കണം, മാഗ്നിഫിക്കേഷൻ,
പവർ ഓഫ് ലെൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെയാണ് ഹ്യൂമൻ ഐയിലുള്ള ഫംഗ്ഷൻ ഓഫ് എ ലെൻസ് ഇൻ ദ ഹ്യൂമൻ ഐ, ഡിഫക്ട്സ് ഓഫ് വിഷൻ, കാഴ്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയർ വിഷൻ, ഫാർ വിഷൻ, അല്ലെ, ആ ഡിഫക്ട്സ് എല്ലാം നമ്മൾ മനസ്സിലാക്കണം. ആപ്ലിക്കേഷൻ ഓഫ് സ്ഫെറിക്കൽ മിറേഴ്സ് ആൻഡ് ലെൻസസ്. അതുപോലെ തന്നെയാണ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റിൽ പ്രിസത്തിലൂടെയുള്ള റിഫ്രാക്ഷൻ എങ്ങനെയാണ്, ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ്, സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ്, ആപ്ലിക്കേഷൻ ഇൻ ഡെയിലി ലൈഫ്. ഇതൊക്കെ അല്ലെ അതൊക്കെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ഉള്ളതാണ് അവർ എൻവയോൺമെന്റ്, അല്ലെ, എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. റിസോഴ്സസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എയർ, വാട്ടർ, സോയിൽ, അതുപോലെ തന്നെ അതിൻ്റെ പൊല്യൂഷൻ ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെയാണ് ജിയോ കെമിക്കൽ സൈക്കിൾസ് ഇൻ നേച്ചർ, വാട്ടർ സൈക്കിൾ, അതുപോലെ തന്നെ ഓക്സിജൻ സൈക്കിൾ, കാർബൺ സൈക്കിൾ, നൈട്രജൻ സൈക്കിൾ. ഇതൊക്കെ ഈ സൈക്കിൾസ് ഒക്കെ നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെയാണ് സോഴ്സ് ഓഫ് എനർജീസ്, ഡിഫറെന്റ് ഫോംസ് ഓഫ് എനർജീസ് എങ്ങനെയാണ്, കൺവെൻഷണൽ ആൻഡ് നോൺ കൺവെൻഷണൽ. അതുപോലെ തന്നെ ഫോസിൽ ഫ്യൂവൽസ്, അത് ഉപയോഗിക്കുമ്പോഴുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെ പ്രയാസങ്ങൾ, അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. സോളാർ എനർജി, ബയോഗ്യാസ്, വിൻഡ്, വാട്ടർ, ടൈഡൽ എനർജി, ന്യൂക്ലിയർ എനർജി, റിന്യൂവബിൾ, അതുപോലെ തന്നെ നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ്, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഐഡിയ വേണം. അതുപോലെ തന്നെയാണ് എക്കോസിസ്റ്റം, അല്ലെ, എൻവയോൺമെന്റൽ പ്രോബ്ലംസ്, എക്കോസിസ്റ്റം, ഓസോൺ ഡിപ്ലീഷൻ, അതുപോലെ തന്നെയാണ് വേസ്റ്റ് മാനേജ്മെന്റ്, ബയോഡിഗ്രേഡബിൾ ആൻഡ് നോൺ ബയോഡിഗ്രേഡബിൾ സബ്സ്റ്റൻസസ് ഏതൊക്കെയാണ് എന്നുള്ളത്. അതേപോലെ തന്നെ ഇതിന്റെ മാനേജ്മെന്റ്, കൺസർവേഷൻ ആൻഡ് ജുഡീഷ്യൽ യൂസ്, ഫോറസ്റ്റ്, അതുപോലെ തന്നെ കോൾ ആൻഡ് പെട്രോളിയം, പിന്നെ അതേപോലെ തന്നെ പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ എക്സാമ്പിൾസ്, അതുപോലെ തന്നെ ഡാംസ്, വാട്ടർ ഹാർവെസ്റ്റിംഗ്, അതിൻ്റെ ഈ നാച്ചുറൽ റിസോഴ്സസിൻ്റെ സസ്റ്റൈനബിലിറ്റി, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെയാണ് ഇനി ഫൈനലി ഫുഡ് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ക്രോപ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്, അതിൻ്റെ പ്രൊഡക്ഷൻ, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റിന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ മാനേജ്മെന്റിന് നമ്മൾ കാര്യം. അതേപോലെ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് മാനുവേഴ്സ്, അതിന്റെ വ്യത്യാസം എന്താണ്, ഫെർട്ടിലൈസേഴ്സിന്റെ പ്രോസ് ആൻഡ് കോൺസ് എന്താണ്, മാനുവേഴ്സിന്റെ പ്രോസ് ആൻഡ് കോൺസ് എന്താണ്. അതേപോലെ അതുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെ നമുക്ക് ഗ്രീൻ റെവല്യൂഷനും മറ്റു കാര്യങ്ങളൊക്കെ അതുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെ നമുക്ക് മനസ്സിലാക്കാം. പ്രൊട്ടക്ഷൻ ഫ്രം പെസ്റ്റ് ആൻഡ് ഡിസീസസ്, ഓർഗാനിക് ഫാമിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അതിനെക്കുറിച്ചൊക്കെ ഒരു ഐഡിയ വേണം. അതേപോലെ തന്നെയാണ് സ്പീഷീസിന്റെ പേരുകൾ നമ്മൾ, അല്ലെ, ഹൈബ്രിഡ് വെറൈറ്റീസ്, അതിന്റെ പേരുകൾ ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. അതിൽ നിന്നൊക്കെ ഒരുപക്ഷെ ചോദ്യങ്ങൾ വന്നേക്കാം. എക്സാമ്പിൾസ് അറിയുന്നില്ലെങ്കിൽ പലപ്പോഴും നമുക്ക് അറിയുന്ന പോർഷൻസ് ആണെങ്കിൽ പോലും ആൻസർ ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ ആ രൂപത്തിൽ ഉള്ള എക്സാമ്പിൾസ് അടക്കം പഠിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായി തയ്യാറെടുക്കുക. നമുക്കറിയാം കുറച്ച് ഒരു ഹയർ ലെവൽ എക്സാംസ് ആണ്. അപ്പം നമ്മൾ പഠിക്കുന്നതിന് അപ്പുറത്തേക്ക്, അല്ലെങ്കിൽ സാധാരണ നമ്മൾ സ്കൂൾ ലെവലിന് അപ്പുറത്തേക്ക് നമ്മൾ കുറച്ചുകൂടി പോകേണ്ടി വരും. ആ രൂപത്തിൽ നന്നായി പ്രിപ്പയർ ചെയ്ത് നന്നായി പഠിച്ച് നമ്മുടെ ചാനലിലൊക്കെ ഉള്ള ക്ലാസ്സുകൾ ഉപയോഗപ്പെടുത്തിയും അതേപോലെ PYQs പരമാവധി അറ്റൻഡ് ചെയ്തൊക്കെ നിങ്ങളുടെ മാക്സിമം എഫേർട്ട് ഇട്ടുകൊണ്ട് തന്നെ നിങ്ങൾ എക്സാം എഴുതാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എനിവേ നിങ്ങൾ എല്ലാവരും വളരെ നല്ല രൂപത്തിൽ പഠിക്കുന്നുണ്ടെന്ന് അറിയാം. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. താങ്ക് യു.